Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ടവരെ, ഇന്ന് വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്, ആനന്ദത്തിന്റെ ദിവസം, വലിയ ആഘോഷത്തിന്റെ ദിവസം. കാരണം ഇന്ന് ക്രിസ്മസ് ആണ്. മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ സന്തോഷിക്കേണ്ട മഹാദിനം, ലോകം മുഴുവൻ ആനന്ദിക്കേണ്ട മഹാദിനം. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം 2020 ഒത്തിരി വേദനയോടെ കടന്നുപോയി അല്ലേ, ഒത്തിരി ദുഃഖിച്ചു. പക്ഷേ ഇതാ വീണ്ടും ഒരു അനുഗ്രഹത്തിന്റെ ദിവസം, ഒരു സന്തോഷത്തിന്റെ ദിവസം, ക്രിസ്മസ് ആഘോഷിക്കുന്നു. ലോകം മുഴുവൻ സന്തോഷിക്കുന്ന ഒരു മഹാദിനം. ഈ രാത്രിയിൽ പ്രിയമുള്ളവർ, നമുക്കും ദൈവത്തോട് ചേർന്ന്, യേശുവിനോട് ചേർന്ന് ഒന്ന് സന്തോഷിക്കാം. ഭവനത്തിൽ മാതാപിതാക്കൾ ഇന്ന് സന്തോഷിക്കണം, കാരണം ഇന്ന് ക്രിസ്മസ് ആണ്. ഹല്ലേലൂയ. പഴയ കാര്യങ്ങളെല്ലാം ഓർക്കണം, ക്രിസ്മസിന്റെ കാര്യങ്ങൾ. ദമ്പതികൾ ഇന്ന് സന്തോഷിക്കണം, യുവജനങ്ങൾ സന്തോഷിക്കണം, കൊച്ചുകുട്ടികളെ നിങ്ങൾ ഇന്ന് സന്തോഷിക്കണം, കാരണം ഇന്ന് ക്രിസ്മസ് ആണ്. സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന, ആഘോഷിക്കുന്ന, ആർപ്പ് വിളിക്കുന്ന ദിവസം. കാരണം വലിയ ഇരുട്ടിൽ കഴിഞ്ഞ ജനം വലിയൊരു പ്രകാശം കണ്ടു, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയൊരു പ്രകാശം കണ്ടു. 2020 എല്ലാ അന്ധകാരങ്ങളും മാറി പ്രകാശം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നിറയാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളോട് സ്വർഗം പറഞ്ഞതാണ്, സ്വർഗം നമ്മളോട് പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന് സദ്വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന് സദ്വാർത്ത സ്വർഗം നമ്മളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയം ഇന്ന് വെടിയണം, ദുഃഖപീഠകൾ മറക്കണം, കഴിഞ്ഞ നാളുകളിലെ കൈതുപ്പ് നിറഞ്ഞ അനുഭവങ്ങൾ മറക്കണം. കാരണം ക്രിസ്തു ജനിച്ചിരിക്കുന്നു, പ്രകാശം ജനിച്ചിരിക്കുന്നു, സന്തോഷം ഉദയം ചെയ്തിരിക്കുന്നു. ഒന്ന് കരങ്ങൾ ഉയർത്തിക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം പറയുകയാണ്, ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല. ആർക്കു വേണ്ടിയാ? സകല ജനത്തിനും വേണ്ടി. ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, സകല ജനത്തിനും വേണ്ടിയും. അതുകൊണ്ട് ഇന്ന് കേരളം മുഴുവൻ സന്തോഷിക്കണം, കേരളത്തിലുള്ള എല്ലാ വ്യക്തികളും, ഇന്ത്യ മഹാരാജ്യം സന്തോഷിക്കണം, ലോകം മുഴുവൻ സന്തോഷിക്കണം. കാരണം രക്ഷകൻ ജനിച്ച രാത്രി സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. പ്രിയമുള്ളവരെ, നമുക്കിതെല്ലാം മറന്ന്, എല്ലാ കയ്പുകളും മറന്ന്, എല്ലാ വേദനയും മറന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ ദുഃഖപീഠകളും, എല്ലാ പരാജയങ്ങളും, എല്ലാ ദാരിദ്ര്യമൊക്കെ മറന്ന് ഒന്ന് സന്തോഷിക്കാം, ഒന്ന് ആർപ്പ് വിളിക്കാം, ഒന്ന് ഗാനം ആലപിക്കാം, ഒന്ന് പാട്ടുപാടാം, ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. ഒന്ന് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. ദൈവം നൽകിയ ആനന്ദത്തിന്റെ ദിവസം, അവിടുത്തെ ജനന തിരുനാളിന്റെ ദിവസം, രാജാക്കന്മാരുടെ രാജാവിന്റെ ജനന തിരുനാൾ, രക്ഷകന്റെ ജനന തിരുനാൾ, സർവ്വജനങ്ങളും ആഘോഷിക്കേണ്ട ജനന തിരുനാൾ ക്രിസ്മസ്. ഒന്ന് കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്ന കർത്താവേ, അങ്ങേ ആരാധിക്കുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി കർത്താവേ. അങ്ങാകുന്ന പ്രകാശത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടി മഹത്വപ്പെടുത്താം നമ്മുടെ കർത്താവിനെ. ഒന്ന് കരങ്ങളൊക്കെ അടിച്ച് ഭവനങ്ങളിൽ നമുക്ക് സന്തോഷിക്കാം, നമ്മുടെ വീടുകളിൽ നമുക്കിന്ന് ആനന്ദിക്കാം. വാനിടത്തിൽ വന്നുദിച്ച താരമേ, സ്വർഗദൂതുമായി നീ വരുന്ന വേളയിൽ. വാനിടത്തിൽ വന്നുദിച്ച താരമേ, സ്വർഗദൂതുമായി നീ വരുന്ന വേളയിൽ.
വാനിടത്തിൽ വന്നുദിച്ച താരമേ, സ്വർഗദൂതുമായി നീ വരുന്ന വേളയിൽ വാനിടത്തിൽ വന്നുദിച്ച താരമേ, സ്വർഗ്ഗദൂതമായി നീ വരുന്ന വേളയിൽ രക്ഷയായി ശാന്തിയായി ഭൂവിലെങ്ങും സ്നേഹഗീതമായി രക്ഷയായി ശാന്തിയായി ഭൂവിലെങ്ങും സ്നേഹഗീതമായി വാനിടത്തിൽ വന്നുദിച്ച താരമേ, സ്വർഗദൂതുമായി നീ വരുന്ന വേളയിൽ വാനിടത്തിൽ വന്നുദിച്ച താരമേ, സ്വർഗദൂതുമായി നീ വരുന്ന വേളയിൽ മഞ്ഞത്തുള്ളി പോലെ ഇന്നു നീ കുഞ്ഞു പൈതലായി വന്നു ചേർന്നിടും. പുണ്യജന്മനാളിൽ ഇന്നൊരു സ്തോത്രഗാനമൊന്ന് ആലപിച്ചിടാം. മഞ്ഞുതുള്ളി പോലെ ഇന്നു നീ കുഞ്ഞു പൈതലായി വന്നു ചേർന്നിടും. പുണ്യജന്മനാളിൽ ഇന്നൊരു സ്തോത്രഗാനമൊന്ന് ആലപിച്ചിടാം. അമ്മ മേരിയോട് ചാഞ്ഞുറങ്ങുമാ നിൻ പൊന്മുഖം കണ്ടു ധന്യരാ. അമ്മ മേരിയോട് ചാഞ്ഞുറങ്ങുവാ, നിൻ പൊന്മുഖം കണ്ടു ധന്യരായി. കണ്ട നിന്റെ പൊന്നു പൂമുഖത്തെ പാരിലെങ്ങും പാടിടുന്ന ദൂതരായി തീർന്നിടുന്നിതാ. വാനിടത്തിൽ വന്നുദിച്ച താരമേ, സ്വർഗദൂതനായി നീ വരുന്ന വേളയിൽ വാനിടത്തിൽ വന്നുദിച്ച താരമേ, സ്വർഗദൂതനായി നീ വരുന്ന വേളയിൽ ക്രിസ്മസിന്റെ സന്തോഷത്തോടെ നമുക്ക് പാടാം. ക്രിസ്മസിന്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് പാടാം. ബത്ലഹേമിൽ വന്നുദിച്ചിടും വർണ്ണ താരമേ നിന്റെ പാതയിൽ നാടുവാഴും രാജരിന്ദിതാ നിന്നെ വന്നു കണ്ടു കാഴ്ച നൽകുവാൻ. ബത്ലഹേമിൽ വന്നുദിച്ചിടും വർണ്ണതാരമേ നിന്റെ പാതയിൽ നാടുവാഴും രാജരിന്ദിതാ നിന്നെ വന്നു കണ്ടു കാഴ്ച നൽകുവാൻ. ഇന്നു മണ്ണിൽ രക്ഷ നൽകിയ നല്ല ദൈവമേ സ്നേഹരാജനേ, ഇന്നു മണ്ണിൽ രക്ഷ നൽകിയ നല്ല ദൈവമേ സ്നേഹരാജനേ, സ്നേഹരാജനിന്നു പാരിടത്തിൽ വന്നുദിച്ച താരമായി വചനമായി തീർന്നിടുന്നിതാ. വാനിടത്തിൽ വന്നുദിച്ച താരമേ, സ്വർഗദൂതുമായി നീ വരുന്ന വേളയിൽ വാനിടത്തിൽ വന്നുദിച്ച താരമേ, സ്വർഗദൂതുമായി നീ വരുന്ന വേളയിൽ രക്ഷയായി ശാന്തിയായി ഭൂവിലെങ്ങും സ്നേഹഗീതമായി രക്ഷയായി ശാന്തിയായി ഭൂവിലെങ്ങും സ്നേഹഗീതമായി വാനിടത്തിൽ വന്നുദിച്ച താരമേ, സ്വർഗദൂതുമായി നീ വരുന്ന വേളയിൽ വാനിടത്തിൽ വന്നുദിച്ച താരമേ, സ്വർഗദൂതുമായി നീ വരുന്ന വേളയിൽ സ്വർഗത്തോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് മറിയത്തോട് ചേർന്ന് സ്വർഗത്തിന്റെ ആനന്ദത്തിൽ സ്വർഗത്തിന്റെ ആഘോഷത്തിൽ നമുക്കും പങ്കുചേരാം. നമ്മുടെ ഭവനങ്ങൾ ആഘോഷിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആഘോഷിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ നന്ദി. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന, കർത്താവേ, ആരാധന, ആരാധന, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ആരാധന.
യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തോടൊപ്പം ഞങ്ങളെ ആരാധിക്കുന്നു, വിശുദ്ധ ഗണത്തോട് ചേർന്ന് ആരാധിക്കുന്നു, ഞങ്ങളുടെ അമ്മയോട് ചേർന്ന് ഞങ്ങളെ ആരാധിക്കുന്നു ദൈവമേ. മാലാഖമാരോട് ചേർന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, ഞങ്ങൾ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസിന് ഉണ്ണി ഈശോ നമ്മുടെ ഹൃദയത്തിൽ വന്നു പിറക്കട്ടെ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ണീശോ വന്നു പിറക്കട്ടെ. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കാലിത്തൊഴുത്തിൽ, ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ആ ദിനത്തിൽ ഈശോയെ എത്രയും പെട്ടെന്ന് കണ്ട രണ്ട് കൂട്ടരുണ്ട്. അതിൽ ഒരു കൂട്ടരാണ് പൗരസ്ത്യ ദേശത്തു നിന്നും വന്ന ജ്ഞാനികൾ. പ്രിയപ്പെട്ടവരെ, ഈശോയെ കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ച ഈ ലോകത്തിൻ്റെയും സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമൊക്കെ ഒത്തിരി ജ്ഞാനമുള്ള, അറിവുള്ള പണ്ഡിതരായ ജ്ഞാനികൾക്ക് ഈശോയെ കാണുവാനുള്ള സൗഭാഗ്യം ലഭിക്കുകയാണ്. ഇന്ന് ഈ ക്രിസ്മസിന് നമുക്ക് ഉണ്ണി യേശുവിൽ നിന്ന് ഒരു സമ്മാനം, ഒരു അനുഗ്രഹം, ഒരു ഗിഫ്റ്റ് ചോദിക്കാം. നമുക്കൊക്കെ ഒരു അനുഗ്രഹം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ആ ജ്ഞാനികൾക്ക് ഈശോയെ കാണുവാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അവര് ദൈവിക ജ്ഞാനത്താൽ, ദൈവിക പുണ്യത്താൽ നിറഞ്ഞു. ഇന്ന് നമുക്കറിയാം, ഈ ലോകത്തിൻ്റെതായ ഒരുപാട് അറിവുകൾ നമുക്കുണ്ട്. ഇന്ന് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള വലിയ സ്വർഗീയമായ ജ്ഞാനം, ആ പുണ്യത്തിനു വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യുവതി യുവാക്കൾക്കും ഒക്കെ ഈ ക്രിസ്മസിന് ആവശ്യമായിരിക്കുന്നത്, നമുക്കൊക്കെ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ സ്വർഗീയമായ ദാനമായ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിനു വേണ്ടി ഉണ്ണീശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. യഥാർത്ഥമായ അറിവ്, യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറയുന്നത് രക്ഷകനായ യേശുവിലുള്ള വിശ്വാസമാണ്. ആ സ്നേഹത്തിലുള്ള അനുഭവമാണ്, പങ്കുവെക്കലാണ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വരും തലമുറയെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1:22 വാക്യങ്ങളൊക്കെ കാണുന്നത്, ദൈവദൂതൻ യോസേപ്പിതാവിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, സ്വപ്നത്തിൽ പറയുകയാണ്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നറിയപ്പെടും. പ്രിയപ്പെട്ടവരെ, എമ്മാനുവലായ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയായിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലി മേഖലയിലൊക്കെ ആ ദൈവം നമ്മുടെ കൂടെയായിരിക്കുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അസ്വസ്ഥതകൾ നമ്മൾ പേറുന്നുണ്ട്, ഒത്തിരി തളർന്നു പോകാറുണ്ട്. ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് രോഗത്തെക്കുറിച്ചുള്ള ഭീതികൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, അതുപോലെ ആത്മീയമായ രീതിയിൽ മുന്നേറുവാൻ കഴിയാത്ത ഞെരുങ്ങുന്ന അവസ്ഥകൾ, ഇതൊക്കെ നമ്മളെ ഇന്ന് തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തകർച്ചകളുടെ നടുവിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടത്, ശക്തിപ്പെടുത്തേണ്ടത്. ഈ ക്രിസ്മസിന് നമ്മൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, മനസ്സിടിഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ, അവിടെ വലിയ പ്രത്യാശയായി, സ്നേഹമായി, സമാധാനമായി, സന്തോഷമായി രക്ഷകൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ തളർച്ചകളൊക്കെ മാറണം. വലിയ പ്രത്യാശ കൊണ്ട് നമ്മൾ നിറയപ്പെടണം. നമുക്കറിയാം, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാര് അവർ തളർന്നവരായിരുന്നു, അവർ നിരാശരായിരുന്നു. എന്നാൽ അവരുടെ കൂടെയും അപ്പോഴും യാത്ര ചെയ്യുന്ന യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. അതുപോലെ നമുക്കറിയാം, കടൽ തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാർ തളർന്നവരായിരുന്നു. അവരും ആ തളർച്ചയിലും യേശുവിൻ്റെ സാന്നിധ്യത്തെ പെട്ടെന്ന് തിരിച്ചറിയുകയാണ്. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ തളർച്ചകളിലും പരാജയങ്ങളിലും വിഷമങ്ങളിലും പ്രതിസന്ധികളിലും രോഗത്തിൻ്റെ അവസ്ഥയിലുമൊക്കെ
നമ്മുടെ കൂടെയായിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവം നമ്മോട് കൂടെ, ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ശക്തി നേടാം. തളരാതെ മുമ്പോട്ട് പോകാം. ആ സ്നേഹത്തിന് മുൻപിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ പാപങ്ങളെ, നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് കുടുംബം ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, അവിടുന്നാണ് ഞങ്ങളുടെ പരിപാലകൻ, അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ. എല്ലാ തളർച്ചകളും നീക്കി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. വലിയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. അന്ധകാരം എടുത്തു നീക്കണമേ. അവിടുന്ന് ലോകത്തിന്റെ പ്രകാശമായി വന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിത്യപ്രകാശമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നു ചേർന്ന് ആലപിക്കാം. ദൈവം നമ്മോടുകൂടെ, യഹോവയാം ദൈവം നമ്മോടുകൂടെ. എല്ലാവർക്കും ചേർന്ന് നമ്മുടെ കൂടെയായിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മോടു കൂടെ, യഹോവയാ ദൈവം നമ്മോടു കൂടെ, എമ്മാനുവേൽ എമ്മാനുവേൽ ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ, യഹോവയാ ദൈവം നമ്മോടു കൂടെ, എമ്മാനുവേൽ എമ്മാനുവേൽ ദൈവം നമ്മോടു കൂടെ. പൂർവപിതാക്കൾ തൻ കർത്താവാകിയ ദൈവം നമ്മോടു കൂടെ, മോശയ്ക്കും ജനതയ്ക്കും ദർശനമേകിയ ദൈവം നമ്മോടു കൂടെ. പൂർവപിതാക്കൾ തൻ കർത്താവാകിയ ദൈവം നമ്മോടു കൂടെ, മോശയ്ക്കും ജനതയ്ക്കും ദർശനമേകിയ ദൈവം നമ്മോടു കൂടെ. ഈജിപ്തിൻ അടിമത്ത ചങ്ങല നീക്കിയ ദൈവം നമ്മോടു കൂടെ, വാഗ്ദത്ത ഭൂമിയെ ജനതയ്ക്കു നൽകിയ ദൈവം നമ്മോടു കൂടെ, വാഗ്ദത്ത ഭൂമിയെ ജനതയ്ക്കു നൽകിയ ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ, യഹോവയാ ദൈവം നമ്മോടു കൂടെ, എമ്മാനുവേൽ എമ്മാനുവേൽ ദൈവം നമ്മോടു കൂടെ. വചനം മാംസമായി മണ്ണിതിൽ വന്നൊരു ദൈവം നമ്മോടു കൂടെ, കുരിശിൽ ജീവനെ നമുക്കായി ഹോമിച്ച ദൈവം നമ്മോടു കൂടെ. വചനം മാംസമായി മണ്ണിതിൽ വന്നൊരു ദൈവം നമ്മോടു കൂടെ, കുരിശിൽ ജീവനെ നമുക്കായി ഹോമിച്ച ദൈവം നമ്മോടു കൂടെ.
രക്ഷക സ്രോതസ്സാം കൂദാശകൾ വഴി ദൈവം നമ്മോടു കൂടെ. അൾത്താരവേദിയിൽ അനുദിന വീതിയിൽ ദൈവം നമ്മോടു കൂടെ. അൾത്താരവേദിയിൽ അനുദിന വീതിയിൽ ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. യഹോവയാ ദൈവം നമ്മോടു കൂടെ. എമ്മാനുവേൽ എമ്മാനുവേൽ ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. യഹോവയാ ദൈവം നമ്മോടു കൂടെ. എമ്മാനുവേൽ എമ്മാനുവേൽ ദൈവം നമ്മോടു കൂടെ.